Dear Mom, with heavy heart, the day has finally come where I have to say goodbye to you. These last 2.5 years has been the most challenging and difficult times which me and Dad have gone through. But I would say this last 2.5 years I've become more closer to you than I've ever before. I could take care of you. I could see you every day. No? I could take care of you like how you took care of me when I was a small kid. I'll never forget this last 2.5 years. Your love, your care. I remember the one touch you give me every single day gives me lots of calmness. I'm going to miss your touch. I'm going to miss your calls. I'm going to miss seeing you every single day before I go to sleep. All I can say is you're my first love. I'll miss you. Goodbye, Mom. Goodbye, my love. കാരണം വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് അല്ലേ? ഈശോ അവിടെ ഇരുന്നിരിക്കും. വിശുദ്ധ കുർബാന നമ്മൾ മുടക്കാതിരിക്കാൻ എത്രയും ശ്രമിക്കാമോ അത്രയും നല്ല. അത് ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്താൽ അത് കൂടുതൽ വിശുദ്ധമാകും. അതാണ് ചേച്ചിക്ക് ഏറ്റവും പറയാറുള്ളത്. പിന്നെ നല്ല വിശുദ്ധരായി ജീവിക്കുക. അതായത് ഈ അസുഖം വരുന്നതിന് മുമ്പ് അസുഖം വന്നിട്ട് കുറെ നാൾ മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കുന്ന ചേച്ചിയാ. എവറി ഡേ ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരവസ്ഥയിലൂടെ ചേച്ചി പോയാൽ പോലും ഷി ബിലീവ്സ് ഈശ്വരനെ കാക്കും, ഈശ്വരനെ രക്ഷിക്കും. അതുപോലെ ഡീപ് ഫെയ്ത്ത്, നമ്മളൊക്കെ ഫെയ്ത്ത് ഉണ്ടെന്ന് പറയും. എനിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ പോലും പറ്റാത്ത സമയമായിരുന്നു. അന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കൊച്ചച്ഛൻ എനിക്ക് എന്നും വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ എനിക്ക് എൻ്റെ ഒരു ആത്മബല തരും. അച്ഛനോട് എന്നും പറയാം. 1-2 ദിവസം എനിക്ക് അച്ഛൻ മിസ്സായുള്ളൂ. എനിക്ക് എന്നും വന്ന് ദിവബലി സ്വീകരിച്ചുകൊണ്ട് ഞാൻ അവിടെ പോയി അത്രയും സമയം എനിക്ക് ആ ട്രീറ്റ്മെന്റിന് സ്പെൻഡ് ചെയ്യാനോട് ഭയങ്കര ഒരു ശക്തി കിട്ടി. എനിക്ക് ഈശോന്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് അത്രയും പറ്റത്തില്ല. കാരണം അത്രയും ബാഡ് സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ പോയ സമയം. അപ്പൊ ഈശോയെ സ്വീകരിച്ച് നമ്മൾ എന്തിനു മുന്നേ നിങ്ങളുടെ എക്സാം ആണെന്ന് പറഞ്ഞാൽ ഈശോ ഇവിടെ എല്ലാത്തിനും ഈശോയെ സ്വീകരിച്ചിട്ട് പോകും. അവിടെ ഭയങ്കര ഒരു ബലം നമുക്ക് ശക്തി തരുന്നുണ്ട്. അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. അതൊക്കെ പ്രാർത്ഥന എനിക്ക് ദൈവം ഒത്തിരി ആൾക്കാരുടെ പ്രാർത്ഥന ദൈവം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കരല്ലേ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കിട്ടും. പ്രാർത്ഥിക്കുമല്ലോ. ചേച്ചിയുടെ പേരറിയാമല്ലോ. My mom is a strong, gentle woman. She fought the battle bravely till the end. She worked so hard for the family. She never complained. She always had time to listen to our problems. My house will never be the same without her. But I know her love will always stay with us. I love you, Mom, my Elsu.
പ്രിയപ്പെട്ട എൽസമ്മ ചേച്ചിക്ക്, മനുഷ്യരായ ഞങ്ങൾ സ്നേഹാർദ്രമായ ഹൃദയത്തോടെ ചിന്തിക്കുന്നത് കൊണ്ട് അങ്ങയുടെ വിയോഗം ഞങ്ങളെ കണ്ണീരണിയിപ്പിക്കുന്നു. എന്നാൽ ഒരു ഉറപ്പുണ്ട്, ഈ ആത്മാവിന്റെ യാത്ര സ്വർഗം സന്തോഷത്തോടെ സ്വീകരിക്കുന്ന നിമിഷമാണ്. ആത്മാവിന്റെ വെണ്മയും വിശുദ്ധിയും ഓർത്ത് ഈ വിയോഗം ഉൾക്കൊള്ളാനും സന്തോഷത്തോടെ ഓർക്കാനും ഞങ്ങൾക്കാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ ഇടവകയ്ക്ക് എൽസമ്മ ചേച്ചിയെപ്പറ്റി പറയാനുള്ളത് ഹൃദയത്തിൽ പതിഞ്ഞ ഓർമ്മകളാണ്. തുടക്കം തൊട്ടേ മാതൃവേദിയിലുള്ള സജീവമായ പ്രവർത്തനങ്ങൾ, ദേവാലയത്തിനായുള്ള ധനശേഖരണത്തിൽ ചേച്ചിയുടെ സജീവ സാന്നിധ്യം, ജാഗരണ പ്രാർത്ഥനകളിലും മധ്യസ്ഥ പ്രാർത്ഥനകളിലും കാണിച്ച ആത്മാർത്ഥത എല്ലാം ഈശോയുടെ കൊച്ചു കൂട്ടുകാരിയായി ജീവിച്ച ഒരു നല്ല ജീവിതത്തിന്റെ തെളിവുകളാണ്. രോഗാവസ്ഥകളിൽ പോലും നാഥനായ ഈശോയിൽ ആശ്രയിച്ച് ദൈവവചനം പഠിക്കാനും എഴുതാനും കാണിച്ച ഉത്സാഹം, യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളിലും കലാപരിപാടികളിലും പങ്കെടുത്ത ആ ആത്മാർത്ഥത, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് വാതോരാതെ പ്രഘോഷിച്ച ആ വിശ്വാസം, ഈശോയിൽ ആഴമായി ചിന്തിച്ച ഒരു ആത്മാവിന്റെ പ്രതിഫലനങ്ങളാണ്. ചേച്ചി ഈ ലോകത്തിൽ ആത്മാവിന്റെ വിശുദ്ധീകരണം പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. സ്വർഗം ചേച്ചിയെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രിയ എൽസമ്മ ചേച്ചി, ഈ ദേവാലയവും ഞങ്ങൾ ഇടവകക്കാരും ചേച്ചിയെ ഒരിക്കലും മറക്കില്ല. ചേച്ചി ചെയ്ത നന്മകളും പ്രാർത്ഥനകളും സേവനങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കും. ഓർമ്മകളിലും പ്രാർത്ഥനകളിലും ചേച്ചി എന്നും ഉണ്ടാകും.